നമുക്കിന്ന് ചൈന ആദ്യത്തെ ഹോങ്കോർ ക്ലാസ് സബ്മറൈൻ പാകിസ്ഥാന് നൽകിയതിനെ പറ്റിയൊന്ന് നോക്കാം. 2024 ഏപ്രിൽ 26 പാകിസ്ഥാൻ നാവികസേനയ്ക്കായി ആദ്യത്തെ ഹാങ്കോർ ക്ലാസ് സബ്മറൈൻ ചൈനയിലെ വുഹാനിലെ ഷുവാങ്ലു ബേസിൽ നിർമ്മിച്ചാണ് ലോഞ്ച് ചെയ്തത്. ഈ സബ്മറൈനുകളുടെ നിർമ്മാണം ചൈനയുമായി പാകിസ്ഥാൻ 2015 ഒപ്പുവെച്ച ഒരു കരാറിൻ്റെ ഭാഗമാണ്. ആകെ 8 സബ്മറൈനുകൾ നിർമ്മിക്കുന്നതിൽ 4 ചൈനയിൽ നിർമ്മിക്കും. മറ്റുള്ളവ പാകിസ്ഥാനിലെ കറാച്ചി ഷിപ്പ്യാർഡ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്സിൽ നിർമ്മിക്കും. ഹാങ്കോർ ക്ലാസ് സബ്മറൈനുകൾ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് സമുദ്ര പരിരക്ഷയിലും മേഖലയിലെ സമാധാനത്തിൽ വഹിക്കുന്ന പങ്കിലും വലിയ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സബ്മറൈനുകളിൽ ടാർഗറ്റുകളെ ആക്രമിക്കാൻ കഴിയുന്ന ആയുധങ്ങളും സെൻസറുകളും ഉൾപ്പെടുത്തുന്നു. എന്തായാലും ഈ പദ്ധതിയിലൂടെ ചൈന പാകിസ്ഥാൻ സൗഹൃദം കൂടുതൽ മെച്ചപ്പെടുമെന്നും പാകിസ്ഥാൻ നാവികസേനയുടെ ശേഷി വർദ്ധിക്കുമെന്നും നമുക്ക് കരുതാം. ചൈന പാകിസ്ഥാനുമായി സബ്മറൈനുകൾ ഉൾപ്പെടുന്ന പ്രതിരോധ സഹകരണങ്ങൾ നടത്തുന്നത് ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഈ നീക്കം ഇന്ത്യൻ സമുദ്ര സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയാകുമെന്നുള്ള ഭയമുണ്ട്. ഹാങ്കോർ ക്ലാസ് സബ്മറൈനുകൾക്ക് നാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാൽ അവ ചൈന പാകിസ്ഥാൻ സഖ്യത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശക്തിപ്പെടുത്തും. പാകിസ്ഥാന്റെ നാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തും പ്രധാന കടൽ ഗതാഗത മാർഗങ്ങളിലും റിസ്കുകൾ ഉയർത്തും. ചൈനയും പാകിസ്ഥാനുമായുള്ള സബ്മറൈൻ പങ്കാളിത്തം ഇന്ത്യക്ക് സമുദ്രാന്തര ചാനലുകളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ഭയമുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഇന്ത്യൻ എണ്ണക്കപ്പലുകളുടെ സുരക്ഷയെ ഇത് ബാധിക്കും. ഇന്ത്യ ഇതിന് മറുപടിയായി നമ്മുടെ നാവിക ശക്തിയെ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഇത് ഏഷ്യയിലെ ആയുധ ശേഖരണത്തിലെ സമാധാനപരമായ അന്തരീക്ഷത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ്. ഇവയൊക്കെ ഈ നീക്കങ്ങൾ ഇന്ത്യക്ക് വലിയ ഭീഷണി തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി ഇതിന് മറുപടിയായി ഇന്ത്യ എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കാം. ചൈന പാകിസ്ഥാൻ സബ്മറൈൻ സഹകരണത്തെ തുടർന്ന് കടുത്ത പ്രതിരോധ നീക്കങ്ങളാണ് ഇന്ത്യ ആവിഷ്കരിക്കുന്നത്. ഇന്ത്യ സ്വീകരിച്ചത് പ്രധാനമായും 3 തന്ത്രങ്ങളാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. നാവിക ശക്തിയുടെ വർധന. ഇന്ത്യ പുതിയ സബ്മറൈനുകളും നാവിക കപ്പലുകളും സ്വന്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി സ്കോർപിയൻ ക്ലാസ് സബ്മറൈനുകൾ ഉൾപ്പെടെ പുതിയ സബ്മറൈനുകളുടെ നിർമ്മാണം, വെങ്കിട്ട് ട്രാൻസ്ഫോം പ്ലാൻ എന്നിവയുടെ പരിഷ്കാരത്തിൽ കൂടുതൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. കപ്പൽ ചാലുകളുടെ നിരീക്ഷണം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന പാകിസ്ഥാൻ സാന്നിധ്യം വിലയിരുത്താൻ ഇന്ത്യ കൂടുതൽ നിരീക്ഷണ സംവിധാനം മെച്ചപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും സാറ്റലൈറ്റ് നിരീക്ഷണങ്ങൾ, ആൻറ്റി സബ്മറൈൻ പ്രതിരോധ സംവിധാനം എന്നിവ ഒരു പിടികൂടെ വികസിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അന്തർദേശീയ സഖ്യങ്ങൾ. ഈ ഭീഷണി നേരിടുന്നതിന് ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരുമായി സഖ്യങ്ങൾ, അതായത് സ്ട്രാറ്റജിക് അലയൻസസ് ശക്തിപ്പെടുത്തുന്നു. ഇതിൽ ക്വാഡ് സഖ്യത്തിൻ്റെ പ്രാധാന്യവും വർദ്ധിക്കുന്നു. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന് ഈ സഖ്യങ്ങൾ കൂടുതൽ മുന്നോട്ട് വരുന്നു. ഈ നീക്കങ്ങൾ ചൈന പാകിസ്ഥാൻ സഖ്യത്തെ പ്രതിരോധിക്കാനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രാദേശിക സൈനിക പരിഷ്കരണത്തിനുള്ള നടപടികളും തുടങ്ങി. പാക് ചൈന സബ്മറൈൻ ഡീൽ ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു കരാറാണ്. ഈ സഹകരണം കടൽ സുരക്ഷ, സൈനിക ശക്തി, ആഗോള വ്യവസ്ഥിതികൾ എന്നിവയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഈ കരാറിൻ്റെ സ്വാധീനം ഇരു രാജ്യങ്ങളും മാത്രമല്ല, സമുദ്രത്തിൻ്റെ അതിർത്തികളിൽ മറ്റ് രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഇന്ത്യയെയും വളരെയേറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനാൽ ഈ ഡീൽ പ്രകാരം ഉളവാക്കുന്ന ഭാവി മാറ്റങ്ങൾ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇനിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.